ഈ ഓണത്തിന് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ശമ്പളത്തോടും പെൻഷനോടുമൊപ്പം പുതുക്കിയ ക്ഷാമബത്ത ക്ഷാമാശ്വാസം ലഭിക്കും. കൂടാതെ ദീർഘനാളായി കുടിശ്ശികയായി കിടക്കുന്ന DA ഗഡുക്കളിൽ 2% കൂടി അനുവദിക്കാൻ ധനവകുപ്പ് നിലവിൽ ആലോചിക്കുന്നുണ്ട്. ഇത്തവണ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കാറുണ്ട്. മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുന്ന DA കുടിശ്ശികകൾ നിശ്ചിത ഘടുക്കളായി ജീവനക്കാരുടെ PF അക്കൗണ്ടിലേക്ക് മാറ്റുന്ന രീതിയാണ് കേരള സർക്കാർ സാധാരണയായി സ്വീകരിച്ചു വരുന്നത്. കുടിശ്ശിക തുക വർഷം 2 ഗഡുക്കൾ വീതം 4 വർഷം കൊണ്ട് 8 ഗഡുക്കളായാണ് PF അക്കൗണ്ടിൽ ലയിപ്പിക്കുന്നത്. PF ൽ ലയിപ്പിക്കുന്ന തുക പിൻവലിക്കുന്നതിന് 4 വർഷത്തെ കാലാവധിയും ബാധകമാണ്. കാലാവധി പൂർത്തിയായാൽ മാത്രമേ ഈ തുക പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. പെൻഷൻകാർക്കുള്ള ക്ഷമാശ്വാസ കുടിശ്ശിക പണമായാണ് നൽകാറുള്ളത്. കേരള സർക്കാർ ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ച പ്രധാന ഉത്തരവുകൾ പ്രകാരം DA DR നിരക്കുകൾ ഈ വിധമാണ്. 2025 ഓഗസ്റ്റ് 25-ന് 3% വർധനവ് വരുത്തിയതോടെ 22% പുതുക്കിയ ആകെ നിരക്ക്. അത് പ്രാബല്യത്തിൽ വന്നതോ 2025 സെപ്റ്റംബർ ശമ്പളത്തോടൊപ്പവും. അതേസമയം 2026 ഫെബ്രുവരി 4-ന് വീണ്ടും 3% വർധനവുണ്ടായി. അതോടുകൂടി 25% പുതുക്കിയ ആകെ നിരക്ക്. ഇത് പ്രാബല്യത്തിൽ വരുന്നത് 2026 ഫെബ്രുവരി ശമ്പളത്തോടൊപ്പമാണ്. പിന്നീട് 2026 ഫെബ്രുവരി മാസത്തിൽ തന്നെ 20-ാം തീയതി 10% വർധനവാണ് ഉണ്ടായത്. ഇതോടുകൂടി 35% പുതുക്കിയ ആകെ നിരക്ക്. ഇത് പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത് 2026 മാർച്ച് ശമ്പളത്തോടൊപ്പമാണെങ്കിലും ഏപ്രിലിൽ അത് വിതരണം ചെയ്തു. 2026 ഫെബ്രുവരിയിലെ വലിയ പ്രഖ്യാപനത്തിലൂടെയാണ് സംസ്ഥാനത്തെ DA നിരക്ക് ഒറ്റയടിക്ക് 25%-ൽ നിന്ന് 35%-ലേക്ക് ഉയർത്തി ധനവകുപ്പ് ഉത്തരവിറക്കിയത്. ഇത് സംസ്ഥാന ഖജനാവിന് വലിയ സാമ്പത്തിക ബാധ്യത തന്നെ വരുത്തിവച്ചിട്ടുമുണ്ട്. DA പ്രഖ്യാപിക്കുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെയുള്ള കുടിശ്ശിക ജീവനക്കാർക്ക് നൽകാൻ വ്യത്യസ്ത രീതികൾ സർക്കാർ സ്വീകരിക്കാറുണ്ട്. പൊതു പ്രൊവിഡന്റ് ഫണ്ടുള്ള ജീവനക്കാരുടെ നിശ്ചിത കാലയളവിലെ കുടിശ്ശിക തുക താൽക്കാലികമായി അവരുടെ PF അക്കൗണ്ടിലേക്കാണ് ലയിപ്പിക്കുന്നത്. ലയന തീയതി മുതൽ സാധാരണയായി 4 വർഷത്തേക്ക് ലോക്ക്-ഇൻ പീരിയഡും ഉണ്ടാകും. നാഷണൽ പെൻഷൻ സിസ്റ്റത്തിന് കീഴിലുള്ള ജീവനക്കാർക്ക് കുടിശ്ശിക തുക പണമായി ശമ്പളത്തോടൊപ്പമാണ് നൽകാറുള്ളത്. ഇതിൽ തൊഴിലുടമയുടെ വിഹിതവും അതനുസരിച്ച് മാറും. പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കുമുള്ള DR കുടിശ്ശിക എപ്പോഴും പണമായി തന്നെയാണ് വിതരണം ചെയ്യുന്നത്. 2026 മാർച്ച് 6-ന് പുറത്തിറങ്ങിയ ഉത്തരവ് പ്രകാരം 2021 ജനുവരി 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെയുള്ള DA കുടിശ്ശികകൾ 8 ഗഡുക്കളായി വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചത്. ഈ ഓണത്തിന് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ശമ്പളത്തോടും പെൻഷനോടുമൊപ്പം പുതുക്കിയ ക്ഷാമബത്ത ക്ഷമാശ്വാസവും ലഭിക്കും. കൂടാതെ ദീർഘനാളായി കുടിശ്ശികയായി കിടക്കുന്ന DA ഗഡുക്കളിൽ 2% കൂടി അനുവദിക്കാൻ ധനവകുപ്പ് നിലവിൽ ആലോചിക്കുന്നുമുണ്ട്. ഓണം പ്രമാണിച്ച് കുടിശ്ശികയുള്ള ഗഡുക്കളിൽ 2% DA വർധനവ് കൂടി നൽകാനാണ് ഇപ്പോൾ ധനവകുപ്പ് ഒരുങ്ങുന്നത്. ഇത് ഓഗസ്റ്റിലെ ശമ്പളത്തിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് അവസാന വാരമാണ് ഓണം വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ ശമ്പളവും പെൻഷനും ഓണത്തിന് മുന്നോടിയായി നേരത്തെ തന്നെ വിതരണം ചെയ്തേക്കും. ഓഗസ്റ്റ് മധ്യത്തോടെ തന്നെ ബോണസ്, ഉത്സവബത്ത എന്നിവയുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ജീവനക്കാർക്ക് 20,000 വരെയുള്ള ഓണം അഡ്വാൻസും ശമ്പള വിതരണത്തിന് മുമ്പായി തന്നെ അക്കൗണ്ടുകളിൽ ലഭിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.